ചേച്ചി ഇതൊക്കെ എന്തിനാ ഇപ്പൊ ഇവിടെ? നിന്റെ പെണ്ണ് നിന്റെ കഥകളൊക്കെ അറിയട്ടടാ. മോളെ ഇതൊക്കെ മേക്കപ്പ് ആണോ? അല്ല, ഏയ് മേക്കപ്പ് ഒന്നും അല്ല. ഇത് കൊച്ചിന്റെ സ്വന്തം നിറവാ. മോളെ ഇത് മൊത്തം സ്വർണ്ണമാണോ? ഈ മാല തന്നെ 10-15 പവൻ കാണുമല്ലോ. ഈശ്വര പെട്ട്. സ്വർണത്തിന്റെ ഇപ്പോഴത്തെ വില വെച്ച് നോക്കിയാ എത്ര ലക്ഷം രൂപയുടെ മുതലായിട്ടിരിക്കുന്നേ. മോളെ ചേച്ചിക്ക് ഇടയ്ക്ക് വല്ല അത്യാവശ്യം വരുമ്പോഴേ ഇതിന്നൊരു കുഞ്ഞു മോതിരെങ്കിലും പണയം വെക്കാൻ തരണേ. പുതിയ പെണ്ണിനെ കാണാൻ വന്നിട്ട് നീ പണയം വെക്കുന്ന കാര്യമാണോ പറയുന്നേ? ഞാൻ തമാശക്ക് പറഞ്ഞതാ. ശ്രീകുട്ട എന്താടാ മിണ്ടാതെ നിൽക്കുന്നേ? മിടുക്കാ, നീ പിടിച്ചപ്പോ പുളിങ്കൊമ്പ് തന്നെ പിടിച്ചല്ലോ. ഇവൻ ഇങ്ങനൊരു പെണ്ണെ കിട്ടുമെന്ന് ഞങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ? ചേച്ചി ഒന്ന് പതുക്കെ പറ. എന്തിനാടാ പതുക്കെ പറയുന്നേ? നിന്നെ ഞങ്ങൾ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ. മോളെ ഇവനെ കുഞ്ഞിലെ ഞങ്ങളൊക്കെ എടുത്തോണ്ട് നടന്നതാ. ഇവൻ അന്ന് വള്ളി നിക്കറേ ഇടൂ. അതിനാണെങ്കി പിന്നും ഉണ്ടാവില്ല. നടക്കുന്നതിനിടയിലേ നിക്കറ് ചറന്നൂരി പോവും. ചേച്ചി ഇതൊക്കെ എന്തിനാ ഇപ്പൊ ഇവിടെ? നിന്റെ പെണ്ണ് നിന്റെ കഥകളൊക്കെ അറിയട്ടടാ. മോളെ ഇതൊക്കെ മേക്കപ്പ് ആണോ? അല്ല, ഏയ് മേക്കപ്പ് ഒന്നും അല്ല. ഇത് കൊച്ചിന്റെ സ്വന്തം നിറവാ. അയ്യോ ഈ എന്തൊരു മണവാ! ഏതാ മോളെ ഈ സെന്റ്? ഇനി ഇവന്റെ വേറൊരു കഥ പറയട്ടെ. കുഞ്ഞിലെ ഇവൻ എപ്പോഴും വയറിളക്കോ. ചേച്ചി മതി. അയ്യടാ, വയറിളക്കം ഉണ്ടെങ്കിലും ഇവന് വിശപ്പിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. എപ്പോഴും വിശപ്പാ. ഞങ്ങളുടെ വീട്ടിലൊക്കെ കയറി വരും. എന്തെങ്കിലും കൊടുത്താ തിന്നോളും. തിന്നത് വയറ്റിലെത്തുന്നതിന് മുമ്പ് അവൻ വീണ്ടും കൈനീട്ടും. വയറ്റില് കൊക്കപ്പുഴുള്ള ഇങ്ങനെ ഒരു ചെറുക്കൻ ഈ പ്രദേശത്തില്ലായിരുന്നു. നീ കഥ പറഞ്ഞോണ്ടിരിക്കാതെ അതങ്ങോട്ട് എടുത്തു കൊടുത്തേ. അയ്യോ അത് ഞാൻ മറന്നുപോയി. മോളെ കുറച്ച് പലഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. ദാ മോള് കഴിക്കേ. വേണ്ട, ഞാനിപ്പോ വേണ്ടെന്നൊന്നും പറയല്ലേ മോളെ. പുതിയ പെണ്ണിന് വേണ്ടിട്ടല്ലേ ഞങ്ങൾ ഈ പലഹാരങ്ങൾ കൊണ്ടുവന്നേ. കഴിക്കും മോളെ. നല്ല ഒന്നാന്തരം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതാ. ഞങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അല്ലേ കുടുംബശ്രീ വഴി വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോകുന്നത്. ഒരെണ്ണം കഴിച്ചു നോക്കും മോള്. കയ്യിൽ ഇങ്ങനെ വെച്ചിരുന്നാ മതിയോ? കഴിക്കും മോളെ. ദേ അത് മാത്രമല്ല, നല്ല വാഴയ്ക്കാപ്പം ഉണ്ട്, ഉഴുന്നുവടയുണ്ട്, ഉണ്ണിയപ്പവും ഉണ്ട്. വേണ്ട, ഇത് മതി. അതുപോരാ, എല്ലാത്തിനും കുറേശ്ശെ കുറേശ്ശെ കഴിക്കണം. ചേച്ചിമാരെ, ഏട്ടത്തി ബുദ്ധിമുട്ടിക്കാതിരിക്ക. ഏട്ടത്തിക്ക് വേണമെങ്കിൽ ഏട്ടത്തി കഴിച്ചോളൂ. ഓ, നിന്റെ ഏട്ടത്തി ഞങ്ങള് ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല. എല്ലാം ഓക്കെ അല്ലേ? എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. എനിക്കൊന്ന് ഫ്രഷ് ആവണം. ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഏട്ടത്തി വന്നേ, വാ. ഏയ്, നീ എന്തായി ചെയ്യുന്നേ? സാവിത്രിമായി, ഏട്ടത്തിക്കൊന്ന് ഫ്രഷ് ആവണമെന്ന്. ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അയ്യോ, അതൊന്നും ഇപ്പൊ പറ്റില്ല. നീ ഇത് ആരോട് ചോദിച്ചിട്ട് അമൃത ഇപ്പൊ വിളിച്ചോണ്ട് പോന്നേ? അമ്മായി, ഏട്ടത്തിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ലേ? സന്ധ്യ നേരം വരെയെങ്കിലും വധു ഈ വേഷത്തി ഇവിടെ തന്നെ ഇരിക്കണം. പുതിയ പെണ്ണിനെ കാണാൻ ഇനി എത്ര പേര് വരാനുള്ളതാ? അപ്പോ അമൃത ഈ വേഷം മാറി അകത്ത് പോയിരുന്നാൽ എങ്ങനെയാ? കാണാൻ വരുന്നവരെ പെണ്ണിനല്ലേ കാണുന്നേ, അല്ലാതെ ഈ വേഷമൊന്നും അല്ലല്ലോ. ഏട്ടത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് ഇപ്പൊ ഇവിടെ തിരിച്ചു വന്നിരുന്നോളും. അതൊക്കെ തീരുമാനിക്കുന്നത് നീയാണോ? നീ ഇതിലൊന്നും ഇടപെടാതെ നിന്റെ കാര്യം നോക്ക്. അമൃതേ, മോൾ അവിടെ ഇരിക്കേ. മാളു, നിന്നെ അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. വയ്ക്കോ. ഞാൻ ഏട്ടത്തി നിന്ന് തിരിഞ്ഞു കളിക്കാതെ അങ്ങോട്ട് പോവച്ചേ. അല്ലെങ്കിൽ നിന്റെ അമ്മ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. പോയിട്ട് വാ. ഏട്ടത്തി, ഞാൻ പോയിട്ട് വരാം.
ഡാടാ ഫോണിൽ തോണ്ടാതെ പണിയാൻ നോക്കടാ. ഓ ആ വേഗം. പെട്ടെന്ന് തന്നെ ഇവിടെ കണ്ടപ്പോൾ നീ ഒന്ന് കിടുങ്ങിയല്ലോ രാമനുണ്ണി. രാമനുണ്ണി കിടുങ്ങുന്നത് കാണണമെങ്കിൽ നമ്പ്യാര് കുറച്ചുകൂടെ കാത്തിരിക്കണം. എന്റെ ക്ഷമയെ കുത്തി നോവിച്ച് രസിക്കണ്ട രാമനുണ്ണി. എന്റെ കുടുംബത്തിനുമേൽ കൈവയ്ക്കാൻ നിനക്കെവിടുന്നാ ധൈര്യം? നമ്പ്യാരെ, രാമനുണ്ണിയുടെ കൈ എപ്പോ എവിടെ വീഴുമെന്ന് രാമപുരത്തുകാർക്കറിയാം. പക്ഷേ നമ്പ്യാർക്കറിയില്ല. എനിക്ക് അതറിയണമെന്നില്ല. ഒരു കാര്യം നീ ഓർത്തോ, നിന്റെ ഈ കൈ എന്റെ കുടുംബത്തിന് നേരെ നീട്ടിയാൽ അതായിരിക്കും നിന്റെ അവസാനത്തെ നീക്കം. അത് ഓർമ്മിപ്പിക്കാനാ ഞാൻ വന്നത്. ഡോ നമ്പ്യാരെ, ഈ കാണുന്ന മണ്ണ്, ഈ 50 ഏക്കറും രാമനുണ്ണിയുടേതാ. എന്റെ മണ്ണി കയറി നിന്ന് എന്നെ വിരട്ടാൻ നോക്കുന്നു. നമ്പ്യാരെ, പഴങ്കഥകളുടെ കെട്ട് എന്നെ കൊണ്ട് അഴിപ്പിക്കാൻ നോക്കരുത്. സത്യമെന്തെന്ന് അന്വേഷിക്കാൻ നീ കൂട്ടാക്കിയില്ല. അതിന്റെ കുറ്റ എന്റെ മേൽ ചാർത്തരുത്. നിങ്ങളെ രാമപുരത്തുകാർ വിശ്വസിക്കും. അവരെ വിശ്വസിപ്പിക്കാനും നിങ്ങൾക്ക് പറ്റും. പക്ഷേ യാഥാർത്ഥ്യം അറിയുന്നവര് ഇപ്പോഴും ഈ രാമപുരത്തുണ്ട് നമ്പ്യാരെ. ഓഹോ, രാമനുണ്ണി, തെറ്റിദ്ധാരണ നീ എത്ര മൂർച്ച കൂട്ടിയാലും അത് തെറ്റിദ്ധാരണ തന്നെയാണ്. എത്ര കാലം അത് നെഞ്ചിലേറ്റി നടന്നാലും തെറ്റിദ്ധാരണ ഒരിക്കലും സത്യമാവില്ല. അതും നെഞ്ചിലേറ്റി ഒരു ജന്മം മുഴുവൻ എരിഞ്ഞടങ്ങാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നിന്നെ തടയാൻ ഞാനില്ല. പക്ഷേ നിന്റെ ഉള്ളിലെ ആ തീ എന്നിലേക്കോ എന്റെ പ്രിയപ്പെട്ടവരിലേക്കോ പടർന്നാൽ ആദ്യം കത്തുന്നത് നീയായിരിക്കും.